കുവൈറ്റ് അബ്ബാസിയയിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 4 മലയാളി കുടുംബത്തിന് ദാരുണാന്ത്യം. കുട്ടനാട് സ്വദേശികളായ മാത്യൂസ്, ഭാര്യ ലിനി, മക്കളായ ഐറിൻ, ഐസക് എന്നിവരാണ് മരിച്ചത്. എസിയിൽ നിന്നുള്ള പുക ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം തിങ്കളാഴ്ച നാട്ടിലെത്തിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഒരു മാസത്തെ അവധി കഴിഞ്ഞ മാത്യൂസും കുടുംബവും ഇന്നലെ രാത്രിയിലാണ് കുവൈത്തിൽ മടങ്ങിയെത്തിയത്. ഇന്ന് പുലർച്ചയ്ക്കായിരുന്നു ഇവർ താമസിച്ച അപ്പാർട്ട്മെന്റിൽ അഗ്നിബാധ ഉണ്ടാകുന്നത്. എസിയിൽ നിന്നുള്ള പുക ശ്വസിച്ചാണ് 4 പേരും മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഇവർ ഫ്ളാറ്റിൽ തിരിച്ചെത്തിയത് പ്രദേശത്തെ മറ്റുള്ളവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മാത്യൂസും കുടുംബവും ഉറങ്ങിയ മുറി തുറന്നു പരിശോധിച്ചിരുന്നില്ല. പിന്നീട് ഏറെ വൈകിയാണ് മുറിയിൽ ആളുകൾ ഉണ്ടായിരുന്നതായി പോലും മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും 4 പേരും മരണപ്പെട്ടിരുന്നു. വർഷങ്ങളായി കുവൈറ്റിൽ റോയിറ്റേഴ്സിൽ ജോലി ചെയ്യുകയായിരുന്നു മാത്യൂസ്. 15 വർഷമായിട്ട് കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത് കുടുംബമായിട്ട്. അവര് ഈ കഴിഞ്ഞ ദിവസം അവധിക്ക് വന്നിട്ട് വ്യാഴാഴ്ച രാത്രിയിലാണ് ഇവിടുന്ന് മടങ്ങിയത്. ഏകദേശം 1 മണിയോടുകൂടി രാവിലെ അവിടെ ചെന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. പിന്നീട് ഞങ്ങൾ അറിഞ്ഞത് ഈ വാർത്തയാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് എയർ കണ്ടീഷൻ ഉണ്ടായ എന്തോ ഒരു മാൽ ഫംഗ്ഷനിങ് ആണ് അതിന്റെ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു മാസത്തെ അവധിക്ക് നാട്ടിലെത്തിയ മാത്യൂസും കുടുംബവും ചിരിച്ചുകൊണ്ട് പടിയിറങ്ങിയ വീട്ടിൽ നിന്ന് ശ്മശാനമൂകതയാണ്. അടുത്ത അവധിക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് പടിയിറങ്ങിയ പേരക്കുട്ടികൾ ഇനി മടങ്ങിവരില്ലെന്നറിഞ്ഞ റോയുടെ അമ്മ കട്ടിലിൽ നിന്ന് പിന്നെ എഴുന്നേറ്റിട്ടില്ല. റിപ്പോർട്ടർ, ആലപ്പുഴ.